ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബൺ തയ്യാറാക്കിയെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതായത് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ആ ഒരു സമയം മാത്രമാണ് നമുക്ക് എടുക്കേണ്ടതുള്ളൂ. ബാക്കി ഇതിന്റെ പ്രോസസ്സൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ എഗ് ബൺ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലിട്ട് ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിരുന്നില്ല ഈസ്റ്റ് മിൽക്ക് മിക്സ്. അപ്പൊ ചെറുതായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇപ്പൊ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നന്നായിട്ട് കുഴയ്ക്കുകയും ചെയ്തു കേട്ടോ. അപ്പൊ ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ഈ ബട്ടറിന് പകരമായിട്ട് നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. ഇനിയിപ്പോ നെയ്യും ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ റിഫൈൻഡ് ഓയിൽ ഉണ്ടല്ലോ, അത് ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വെക്കാം. ഇതായിപ്പോ ബട്ടറും കൂടെ പറ്റിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ തന്നെ കുറച്ചുകൂടി ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ. ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തേക്കുന്നത്. അപ്പൊ ഇനി ഇത് മൂടി വെച്ച് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പൊ ഇനി നമുക്ക് ബണ്ണിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തവിടെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സവോള ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പച്ചമുളക്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയ്ക്ക് പകരമായിട്ട് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് ഓപ്ഷനിലാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഈ കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് മല്ലിയില ചേർക്കണേ, അതാണ് കേട്ടോ നല്ലത്. പക്ഷെ ഇവിടെ ഇപ്പം മല്ലിയില ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർത്തത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 മുട്ടയാണ്. ഇത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കുത്തി ഉടക്കരുത് കേട്ടോ. അപ്പോൾ അതായത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഈ മിക്സിലോട്ട് കുറച്ചൊരു മൊസറല്ല ചീസ് ചേർക്കണുണ്ടേ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി മാത്രം ചേർക്കണേ കേട്ടോ. അപ്പോൾ അതാ ഇതും നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴും കണ്ടോ, ഇത് നല്ലപോലെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇതില് അപ്പൊ ഇത് ഒന്നോടെ ഒന്ന് കുഴച്ചു കൊടുക്കാം കേട്ടോ. ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം നമുക്ക്. എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോന്നും ഉരുട്ടി വയ്ക്കാം. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ഉരുട്ടി എടുക്കൂലേ, ഉള്ളിലേട്ടാക്കി അങ്ങനെ അങ്ങോട്ട് ഉരുട്ടി എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് പറ്റണില്ലെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടി എടുക്കൂലേ, അതുപോലെ അങ്ങോട്ട് ഉരുട്ടി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് എല്ലാതും ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തോടെയും ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ചേർക്കാം കേട്ടോ. ഇനി കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഈ ഓരോ ഉരുളകളും ഒന്ന് പരത്തിയെടുക്കാം.
എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ഫില്ലിങ് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് താഴോട്ട് ടക്ക് ചെയ്ത് വയ്ക്കില്ലേ, അതുപോലെ വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഉണ്ടാക്കിയതുണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഉണ്ടാക്കിയാൽ കുറച്ചൊരു ഇത് കണ്ടോ, കുറച്ചൊന്ന് വീർത്ത് വന്നതാണിത്. അപ്പോൾ നമ്മളിതൊരു 10 മിനിറ്റ് വച്ചതിന് ശേഷം വേണം കേട്ടോ അത് കുക്ക് ചെയ്യാൻ വെക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വൈറ്റ് കളർ എള്ളും ബ്ലാക്ക് കളർ എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ബേക്ക് ചെയ്യണത് അറിയാലോ, ഇതാണ് നമ്മുടെ ഓവൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വയറാക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഈ ഒരു പാൻ നമ്മളൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിനി ഇത് വച്ച് കൊടുത്തിട്ട് ഇനി ഇതൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇതുപോലത്തെ ഉള്ളൊരു ഹോൾ ഉണ്ടാവുമല്ലോ, അതെന്തെങ്കിലും ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെക്കണം കേട്ടോ. ഇതാ ഇപ്പോൾ ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ചൂടോടുകൂടി തന്നെ ബട്ടർ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് എന്നുള്ളത് ഒരു 25 മിനിറ്റ് ഒക്കെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ലൊരു കളറ് കിട്ടും കേട്ടോ. മുകളിലായിട്ടും നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ അത്ര സമയം അങ്ങോട്ട് വെച്ചില്ല, പെട്ടെന്ന് തന്നെ എടുത്തു. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് കുക്കാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് സമയം കൂടെ വയ്ക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.